പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ സൈനിക കേന്ദ്രത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. ഈ ഭീകരാക്രമണത്തിൽ 12 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 30ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു വാഹനമാണ് സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അന്താരാഷ്ട്ര വാർത്തയാണെങ്കിലും അത്രയും സുഖകരമല്ലാത്ത വാർത്തകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഹലോ മലയാളം തുടങ്ങാൻ പോകുന്നത്. സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണം, ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം, എന്താണ് സംഭവിച്ചത്? പാകിസ്ഥാനിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും ഭീകര ബന്ധമുണ്ടോ? ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? എന്താണ് വിവരം ശ്രീജിത്ത്? സേതു, രാവിലെ അത്ര നല്ല വാർത്തകളല്ല പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. കാരണം ഈ റംസാൻ മാസം തുടങ്ങിയതിന് ശേഷമുള്ള വലിയൊരു ആക്രമണമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. സൈനിക കേന്ദ്രത്തിലെ വലിയ ഭീകരാക്രമണം. അതായത് ഇന്നലെ വടക്കുകിഴക്കൻ പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ, അതായത് ബന്നു എന്ന് പറയുന്ന സൈനിക കന്റോൺമെൻറ്റിൽ, അത് വലിയ സൈനിക കന്റോൺമെൻറ്റാണ് പാകിസ്ഥാനിലെ ബന്നു ജില്ലയിലെ സൈനിക കന്റോൺമെൻറ്റിലേക്ക് 2 മനുഷ്യ ബോംബുകൾ ചാവേർ ആക്രമണം നടത്തുകയായിരുന്നു. അവർ വന്ന് ഈ സൈനിക ക്യാമ്പിന് മുന്നിലുള്ള മതിലിൻ്റെ ഭാഗത്ത് അതിവലിയ സ്ഫോടനം നടക്കുകയും ആ മതിൽ തകരുകയും ചെയ്തു. ആ മതിലിനോട് ചേർന്നുണ്ടായിരുന്ന പള്ളിയോട് ചേർന്നുള്ള വീടുകളുമാണ് ഈ ആക്രമണം നേരിട്ടത്. അതായത് റംസാൻ നോമ്പുതുറയും അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുന്ന സമയത്തുള്ള വലിയ ആക്രമണം. അങ്ങനെയാണ് ഇത്രയും വലിയൊരു മരണസംഖ്യയിലേക്ക് നീളുന്നത്. ഏതാണ്ട് 12 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. 30-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ മരണസംഖ്യ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഭീകരാക്രമണം എന്ന രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്നലെ വൈകിട്ട് നടന്നെങ്കിൽ കൂടിയും അതിൻ്റെ തീവ്രത ഇപ്പോഴും പാകിസ്ഥാനിലും ഏതാണ്ട് വടക്കിഴക്കൻ മേഖലയെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ താലിബാൻ ബന്ധമുള്ള ഒരു സംഘടനയായിരിക്കാം ഇതിൻ്റെ പിന്നിൽ എന്നാണ് പ്രാഥമിക വിവരം. എന്തായാലും ഒരു സൈനിക സംഘടന, അതായത് ജെയ്ഷെ അൽ ഫുർസാനുമായി ബന്ധമുള്ള ഹാഫിസ് ഗുൽ ബഹാദർ എന്നൊരു സംഘടനയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് പാക് താലിബാനുമായി ബന്ധമുള്ള ഒരു സംഘടന എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ഇതിനെ പറയാൻ കഴിയുന്നത്. അതിൻ്റെ പേര് ഒന്നുകൂടി പറയാം, ഹാഫിസ് ഗുൽ ബഹാദർ എന്ന സംഘടനയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് ഇന്നലെ സംഭവിച്ചത്, ഈ മനുഷ്യ ബോംബുകൾ, ചാവേർ ബോംബുകൾ ഈ സൈനിക കന്റോൺമെൻറ്റിൻ്റെ വലിയ മതിലിനോട് ചേർന്ന് പൊട്ടിത്തെറിക്കുകയും അവിടെ വലിയൊരു ദ്വാരം രൂപപ്പെടുകയും ചെയ്തു. അതുവഴി സൈനിക ക്യാമ്പിലേക്ക് വാഹനം ഇടിച്ചു കയറ്റാനുള്ള ശ്രമമായിരുന്നു. അതോടൊപ്പം തന്നെ 6ഓളം തീവ്രവാദികൾ ഈ ക്യാമ്പിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ സൈന്യവുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നു. അതിനുശേഷം തീവ്രവാദികളെ എല്ലാവരെയും സൈന്യം കൊലപ്പെടുത്തി. പക്ഷേ സംഭവിച്ചത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട്, അതായത് റംസാൻ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള അതിൽ പങ്കെടുത്ത ആളുകളാണ് അധികവും കൊല്ലപ്പെട്ടുള്ളത്. അതായത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ, അതായത് പള്ളിയോട് ചേർന്ന് വരുന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളെ കൂടി ഈ വലിയ സ്ഫോടനം, ഈ ഭീകരാക്രമണം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 12 പേരിലേക്ക് ഈ മരണസംഖ്യ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12ലേക്ക് എത്തുന്നത്. അതായത് 6ഓളം തീവ്രവാദികൾ മാത്രം പങ്കെടുത്ത ഒരു ഭീകരാക്രമണം. പക്ഷേ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രദേശവാസികളിലേക്കും പള്ളിയിലും ഒക്കെ വന്നിട്ടുള്ള കുട്ടികളിലേക്കും സ്ത്രീകളിലേക്കും ഒക്കെ ബാധിക്കുകയാണുണ്ടായത്. അതാണ് ഭീകരാക്രമണത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വർദ്ധിക്കുന്നത്. എന്തായാലും സൈന്യം ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം മുഴുവനായി സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. കന്റോൺമെൻറ്റിന് പുറത്ത് സൈന്യം ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കന്റോൺമെൻറ്റിനകത്തേക്ക് നടത്തിയ ഭീകരാക്രമണത്തെ സൈന്യത്തിന് ചെറുക്കാൻ കഴിഞ്ഞുവെന്ന് സൈന്യം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ടവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ള വിവരം കൂടിയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഈ റംസാൻ മാസവുമായി ബന്ധപ്പെട്ട് റംസാൻ്റെ നോമ്പുതുറ ആരംഭിച്ചതിന് ശേഷമുള്ള വലിയ ഭീകരാക്രമണം എന്നതാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി പ്രത്യേകത എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. സേതു, ശരി ശ്രീജിത്ത്, പാകിസ്ഥാനിൽ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണമാണ്. ഈ ഭീകരാക്രമണത്തിൽ 12 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ. guarda, lo que la hasha bonita.